ഗുഡ് ഈവനിങ് ഓൾ. നിതിൻ ശേഖറാണ്. അപ്പോൾ നമ്മൾ കുറേ നോട്ടിഫിക്കേഷൻസ് എക്സ്പെക്റ്റ് ചെയ്തിരിക്കുകയാണ് ഓൾറെഡി. അപ്പോൾ എന്താ കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. നമുക്ക് ഈ പറഞ്ഞിരിക്കുന്നത് നവംബർ 1 റിലീസ് ചെയ്തിട്ടുള്ള ICMA റിലീസ് ചെയ്തിട്ടുള്ള ഒരു സംഗതി ഉണ്ടായിരുന്നു. സെൻറ്റർ ബേസ്ഡ് ഓൺലൈൻ ആണോ, ഹോം ബേസ്ഡ് ആണോ, ഓപ്റ്റ് ഔട്ട് ചെയ്യണോ എന്നുള്ളൊരു ഓപ്ഷൻ, 3 ഓപ്ഷൻസ് വന്നിട്ട് ഓപ്ഷൻ സെലക്ഷൻ പ്രോസസ്സ് നടക്കുന്നുണ്ടായിരുന്നു. ഓക്കെ, അതിനോടനുബന്ധിച്ച് ഞാൻ ഇന്നൊരു ഡെമോ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പം 12 നവംബറിനത് ഇപ്പോൾ ജസ്റ്റ് റിലീസ് ചെയ്തിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷനാണ് CMAയുടെ ഈ ഓപ്ഷൻ സെലക്ഷൻ, ഓപ്ഷൻ നമ്പർ 1, 2, 3, അതായത് സെൻറ്റർ ബേസ്ഡ് വേണോ, ഹോം ബേസ്ഡ് വേണോ, ഓപ്റ്റ് ഔട്ട് ചെയ്യണോ എന്നുള്ളൊരു സംഗതി സെലക്ട് ചെയ്യാനുള്ള, അല്ലെങ്കിൽ സെലക്ട് ചെയ്ത് സബ്മിറ്റ് ചെയ്യാൻ. നമുക്ക് അറിയാം ഓൾറെഡി കുറേ ഇറേഴ്സൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് പല ആളുകൾക്ക് അത് ഭയങ്കര ഡൗട്ടാണ്. സിസ്റ്റം എറർ ഉണ്ട്, സൈറ്റ് എറർ ഉണ്ടായിരുന്നു, അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻ ഉണ്ട്. അപ്പം ആ സെയിം നോട്ടിഫിക്കേഷൻ ഒന്നുകൂടെ റിലീസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ റിലീസ് ചെയ്തപ്പോൾ ചെറിയൊരു വ്യത്യാസം എന്ന് പറയുന്നത് നമ്മുടെ 7th പോയിൻറ്റിനകത്ത് പറഞ്ഞിരിക്കുന്നത് ലാസ്റ്റ് ഡേറ്റ് ഓഫ് ഫയലിംഗ് ഓഫ് ക്രെഡൻഷ്യൽ ഈസ് ഫർദർ എക്സ്റ്റെൻഡഡ് അപ് ടു 15th November 2020. നോ റിക്വസ്റ്റ് വിൽ ബി എൻ്റർടൈൻ ദെയർ ആഫ്റ്റർ. ആ 7th പോയിൻറ്റ് മാത്രം എന്ത് ചെയ്തിട്ടുണ്ട്, ചെറുതായിട്ടൊന്ന് മാറ്റിയിട്ടുണ്ട്. കാരണം അവിടെ 12th November എന്നാണ് കിടന്നത്. നമുക്ക് അതായത് ദിസ് ഡേ ടുഡേ ഇന്നായിരുന്നു എന്ത് ചെയ്തിരിക്കുന്നത്, ലാസ്റ്റ് ഡേറ്റ് ആയിട്ട് നമുക്കിവിടെ എൻ്റർടൈൻ ചെയ്തിരുന്നത്. പക്ഷേ ഇപ്പോൾ എന്താ കാര്യത, ഒരു 15th November വരെ ഒരു 3 days കൂടെ ഒരു ഫർദർ എക്സ്റ്റൻഷൻ എന്ത് ചെയ്തിട്ടുണ്ട്, ICMA പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഓപ്ഷൻ 1, ഓപ്ഷൻ 2, ഓപ്ഷൻ 3 ഓപ്ഷൻ സെലക്ഷന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇമ്പോർട്ടൻറ്റ് നോട്ടിഫിക്കേഷനാണ്. ഏതെങ്കിലും കാരണത്താൽ ആളുകൾക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റിയിട്ടില്ല, ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ പറ്റാത്തവർക്ക് എന്ത് ചെയ്യാം, November 15th 2020 വരെ നമ്മൾ ഡിസംബറിലെ ഓൺലൈൻ എക്സാമിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ പറ്റും. സെൻറ്റർ ബേസ്ഡ് ഓൺലൈൻ വേണോ, ഹോം ബേസ്ഡ് ഓൺലൈൻ വേണോ, ഇനി ഓപ്റ്റ് ഔട്ട് ചെയ്യണോ എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അതാണ് അതിൻ്റെ കേസ്. ഓക്കെ, താങ്ക് യു.